ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു തോരൻ വെക്കാം. കോവയ്ക്ക, സവാള ഉള്ളി, പിന്നെ അതിനകത്ത് വേറെ സാധനം ചേർക്കുന്നുണ്ടല്ലോ. നല്ല അടിപൊളി ഒരു തോരൻ വെക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ സ്റ്റൗ കത്തിച്ച് തവ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുവാണ്. ചൂടായി കടുകിടുവാണ്. ശകലം ഒഴിഞ്ഞിട്ട് പച്ചമുളക്, നമ്മുടെ കടുകൊക്കെ പൊട്ടിട്ടുണ്ട്. ഇത് കറിവേപ്പില, ഇത് കുറച്ച് 3 സവാള ഉള്ളി, ചെറിയ സവാള ഉള്ളി ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഒരു 3-4 ഇതൾ വെളുത്തുള്ളിയുണ്ട്, 2 പച്ചമുളകുണ്ട്, ആവശ്യമായ ഉപ്പ്, ആവശ്യം മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങ, ജീരകപ്പൊടി, പിന്നെ നമ്മുടെ കോവയ്ക്ക ഉണ്ടല്ലോ, ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞാണ്. നമ്മൾ മിക്സ് തോരൻ വെക്കത്തില്ലേ, കോവയ്ക്ക, പയറ്, പിന്നെ ക്യാരറ്റ് ഒക്കെ ഇട്ട് നമ്മൾ തോരൻ വെക്കത്തില്ലേ, കാബേജ്. അപ്പോൾ അതുപോലൊരു തോരനാണ്. നമുക്ക് കോവയ്ക്ക തന്നെ നമുക്ക് എന്തെല്ലാം ഐറ്റംസ് ചെയ്യാൻ പറ്റും അല്ലേ. മെഴുക്ക് വരട്ടി തോരന്, മീൻ പച്ചക്കറി തീയൽ, വറുത്ത് തോരൻ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് കോവയ്ക്ക കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കോവയ്ക്ക എന്ന് പറഞ്ഞതേ ഈ സാധനം നമുക്കറിയാമല്ലോ. ഞങ്ങളിവിടെ കോവയ്ക്ക എന്നാണ് പറയുന്നത്. പിന്നെ പല സ്ഥലത്ത് പല പേരല്ലേ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ തോരൻ വെക്കാൻ എടുത്തത് കേട്ടോ. ഞാൻ സ്റ്റൗ കുറച്ച് ഒന്ന് തല്ലിപ്പത്ത് ഒരു ആവിയിലൊന്ന്, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ആവിയിൽ. എല്ലാവർക്കും അറിയില്ല കോവയ്ക്ക എങ്ങനെ തോരൻ വെക്കുന്നതാണ്. നമ്മുടെ തോരനെല്ലാം റെഡി ആയിട്ടുണ്ടാകുന്ന ഇത് നമ്മുടെ വൻപയറുണ്ടല്ലോ, വൻപയർ പുഴുങ്ങിയതാണ്. നല്ല സൂപ്പറാണ് കേട്ടോ, നല്ല തോരനാണത്. ലേശം കുരുമുളക് പൊടി, നമ്മൾ വെള്ളം ഒഴിച്ച് കോവയ്ക്ക വേവിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കുറവാണ്. അപ്പോൾ ആവി കിടന്ന് വേകുമ്പോൾ ഒത്തിരി വേവത്തുമില്ല, നല്ല രുചിയാണ്. ഇത് തോരൻ റെഡിയായി നോക്കട്ടെ, കൊണ്ടുവന്നു നോക്കട്ടെ. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തോരൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. തോരൻ റെഡി.